ആനി രാജ വളരെ ഗംഭീരമായിട്ടാണ് രാഹുൽ ഗാന്ധിക്കെതിരെ പ്രചാരണം നടത്തുന്നത്. സുരേന്ദ്രൻ ഇപ്പോഴാണ് രംഗത്ത് വന്നിരിക്കുന്നത്. അവിടെ BJPക്കെതിരായ ഒരു പ്രചാരണം ആനി രാജ നടത്തുന്നതന്നില്ല, കാരണം സീനിൽ ആരും ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. ഇനിയിപ്പം BJPക്കെതിരായിട്ട് അവിടെ പ്രചരണം നടക്കുമായിരിക്കും. അതുകൊണ്ടൊരു ഫ്രണ്ട്ലി മാച്ച് അവിടെ നടക്കുന്നില്ല. അത് കേരളത്തിൽ എവിടെയും നടക്കുന്നില്ല. അതിശക്തമായ മത്സരമാണ് കേരളത്തിൽ എല്ലായിടത്തും. CPM വേഴ്സസ് കോൺഗ്രസ് വേഴ്സസ് CPM ആണ് സിറ്റുവേഷൻ എന്നുള്ളത്. ഇനി ഒരു ത്രികോണ മത്സരമുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ത്രികോണ മത്സരം ഇല്ലെങ്കിൽ ഇല്ലാന്ന് ഞാൻ പറഞ്ഞാൽ നമ്മളൊരു പൊട്ടനായി പോയില്ല. കഴിഞ്ഞ പ്രാവശ്യം 2ാം സ്ഥാനത്ത് പിന്നെ തിരുവനന്തപുരത്ത് വന്നു, തൃശ്ശൂരിൽ വലിയ രീതിയിൽ വോട്ട് ഉയർത്തി, പത്തനംതിട്ടയിൽ വലിയ രീതിയിൽ വോട്ട് ഉയർത്തി, ആറ്റിങ്ങൽ വലിയ രീതിയിൽ വോട്ട് ഉയർത്തി, പാലക്കാട് വലിയ രീതിയിൽ വോട്ട് ഉയർത്തി. ഇപ്പൊ ത്രികോണ മത്സരം ഇല്ല. ഞാൻ പറയുന്നതുകൊണ്ടല്ല, ഇതിന്റെ ഒരു യാഥാർത്ഥ്യമാണ്. ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം. പിന്നെ അത് നികേഷ് പറഞ്ഞു കഴിഞ്ഞു എങ്കിൽ കൂടി തൃശ്ശൂർ പിന്നെ സുരേന്ദ്രൻ വയനാട് വരുന്നത് വഴി ഇനിയിപ്പം രാഹുൽ ഗാന്ധിക്ക് എങ്ങോട്ട് മൂവ് ചെയ്യാൻ കഴിയാത്ത വിധത്തിലൊരു ത്രെട്ട് അവിടെ വയനാട്ടിൽ അനുഭവിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ഏപ്രിൽ 3-ാം തീയതി അദ്ദേഹം വരും എന്ന് പറഞ്ഞിരിക്കുന്നത്. 4-ാം തീയതി നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പിന്നെയും രാജ്യത്ത് എല്ലായിടത്തും പ്രചരണം നടത്തേണ്ട ആളായതുകൊണ്ട് അധിക ദിവസങ്ങൾ അവിടെ ഉണ്ടാകുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നില്ല.